കാട്ടാനയായ PT-7 മയക്കുവെടി വെക്കാനുള്ള ദൗത്യം തുടരുകയാണ്. ട്രാക്കിംഗ് സംഘം ആനയെ കണ്ടെത്തി ദൗത്യ സംഘം ലക്ഷ്യം വെച്ച സ്ഥലത്തേക്ക് PT-7 നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ ധോണിയിൽ സാഹചര്യം അനുകൂലമാവുകയാണ്. 1 മണിക്കൂറിനുള്ളിൽ മയക്കുവെടി വയ്ക്കാനാണ് ശ്രമം. വനംവകുപ്പ് ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വലിയ ഓപ്പറേഷനാണ് ധോണിയിലേതെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ ആഴ്ചകളോളം നാടിനെ വിറപ്പിച്ച PT-7 എന്ന കാട്ടുകൊമ്പനെ പിടികൂടാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് ഇപ്പോൾ ദൗത്യസംഘം എത്തിയിരിക്കുന്നത്. 74 എന്ന ദൗത്യസംഘവും 3 പിടിയാനകളും ഉൾക്കൊള്ളുന്ന വനംവകുപ്പ് ഇതുവരെ നടത്തിയ ഓപ്പറേഷനുകളിൽ ഏറ്റവും വലിയ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ളൊരു ഓപ്പറേഷനാണ് അവിടെ നടത്തുന്നത്. ഇന്ന് ഏതാനും മണിക്കൂറുകൾക്കകം ആ ദൗത്യം വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ദൗത്യസംഘത്തെ നിയമിക്കുന്ന ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ പറയുന്നത്. അങ്ങനെ വന്നാൽ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയും ജനങ്ങൾക്ക് ആശ്വാസം കിട്ടുകയും ചെയ്യും. ശുഭപ്രതീക്ഷയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ നിൽക്കുന്നത്. അല്ല, ആനകളുടെ ജനവാസ മേഖലകളിലേക്കുള്ള കടന്നുകയറ്റം ഇക്കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ കേരളത്തിന് ഇതിനു മുമ്പുണ്ടായിരുന്ന എല്ലാം കൂടി കൂട്ടിയാൽ ഇത്രയും ആവില്ല. അത്രയധികം സംഖ്യയാണ് ഉണ്ടാകുന്നത്. അത് ജനജീവിതത്തിന് ഭീഷണിയാണ്. വനംവകുപ്പ് അതിൻ്റെ എല്ലാവിധ കഴിവുകളും ഉപയോഗിച്ച് നിയമാനുസൃതമുള്ള നടപടികളിലൂടെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ ശ്രമിക്കുകയാണ്. പ്രസാദ് ഉടുമ്പശ്ശേരിയും CV അനുമോദും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം പ്രസാദ്, ഇന്നലെ തന്നെ ദൗത്യ സംഘത്തിന്റെ തലവനടക്കം വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ഇന്ന് PT-7 വലയിലാകുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ടാർഗറ്റിലേക്ക് അടുക്കുകയാണോ ദൗത്യ സംഘം? രഞ്ജിത്ത്, രാവിലെ തന്നെ ദൗത്യസംഘത്തിന്റെ നിയന്ത്രണത്തിലാണ് PT-7. പക്ഷേ ഇടയ്ക്ക്, അതായത് ഇന്ന് രാവിലെ 5 മണിയോടുകൂടി തന്നെ ദൗത്യസംഘം പൂർണ്ണ സജ്ജമായിരുന്നു. 6 മണിയോടുകൂടി തന്നെ ആദ്യത്തെ രണ്ട് ടീമുകൾ, ട്രാക്കിംഗ് ടീം വനത്തിനകത്തേക്ക് പ്രവേശിച്ചു. ആദ്യം ധോണി കോർമ ഭാഗത്തായിരുന്നു PT-7 ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നും പിന്നീട് അല്പം ഉള്ളിലേക്ക് PT-7 വലിഞ്ഞത് ആശങ്ക ഉണ്ടാക്കി. ആദ്യം ഡോക്ടർ അരുൺ സക്രിയ ഈ സമയത്ത് അവിടെ പോവുകയും മയക്കുവെടി വെക്കാനുള്ള സാധ്യതകൾ ആരായുകയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം കുറച്ച് ഉള്ളിലേക്ക് വലിഞ്ഞതുകൊണ്ട് തന്നെ ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തി. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ചപ്പാത്ത്, അതായത് ധോണി ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തുള്ള ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് PT-7 എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. PT-7 ഓടിച്ചെത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിന്നും അല്പം സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ആന മാറിക്കഴിഞ്ഞാൽ മയക്കുവെടി വെക്കും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. എന്നാൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആന PT-7 ചില സമയങ്ങളിൽ ഉള്ളിലേക്ക് വലിയാനുള്ള പ്രവണത കാണിക്കുന്നുണ്ട്. 2 ഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള ആനയുടെ ഭാഗത്തു നിന്ന് ആന ആ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ സുരക്ഷിത സ്ഥാനത്ത് അല്ലാതെ മയക്കുവെടി വെക്കില്ല എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനിയും ഉള്ളിലേക്ക് വലിയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ ആനയെ സുരക്ഷിത സ്ഥാനത്ത് കിട്ടിയാൽ മാത്രമേ മയക്കുവെടി വെക്കുകയുള്ളൂ. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ച് നാളത്തേക്ക് മാറ്റിവെക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ PT-7 ഈ ദൗത്യസംഘം അവർക്ക് അതിനെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. രാവിലെ മുതൽ തന്നെ RRT ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അതിനകത്ത് ഉള്ള ശ്രമങ്ങൾ നടത്തുന്നു. ദൗത്യസംഘത്തിൽപ്പെട്ട ആളുകളും ഇപ്പോൾ ആനയെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനുമോദ, ധോണിയിലുള്ള അരിമണി എന്ന സ്ഥലത്താണ് ഇപ്പോൾ PT-7 കണ്ടെത്തിയിരിക്കുന്നത്. PT-7 ഏതാണ്ട് ഈ വനംവകുപ്പിന്റെ ടാർഗറ്റിലേക്ക് അവർ ലക്ഷ്യം വെച്ച സ്ഥാനത്തേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം കുങ്കിയാനകളുടെ സാന്നിധ്യമുണ്ട്. 3 പേരെയും ഈ പ്രദേശത്തേക്ക് കൊണ്ടുപോയി എന്ന വിവരങ്ങളും ഒക്കെ പുറത്തു വരുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ, ഏറ്റവും അവസാനത്തെ ദൗത്യ സംഘത്തിന്റെ തയ്യാറെടുപ്പുകൾ? ഏതാണ്ട് ഈ PT-7 കാര്യങ്ങൾ എത്തുമ്പോൾ മറ്റ് ചില സംവിധാനങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ടല്ലോ. കാരണം മയക്കുവെടി വെച്ചാൽ അത് കൃത്യമായി നിരീക്ഷിക്കുക എന്നതടക്കം, വലയിലാക്കുക എന്നതടക്കം അത്തരം കാര്യങ്ങളിൽ അന്തിമമായ യോഗം ചേരുകലും മറ്റ് ചർച്ചകളുമൊക്കെ പൂർത്തിയായോ? രഞ്ജിത്ത്, PT-7 മയക്കുവെടി വെച്ചാൽ എത്രയും വേഗം വരുതിയിൽ കൊണ്ടുവരാനും ധോണിയിലെ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുള്ള ആനക്കൊട്ടിലിൽ കയറ്റുവാനും വേണ്ട സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിന്റെ വേണ്ടിയുള്ള ഈ PT-7 നിയന്ത്രിക്കുവാനും അതിനെ വരുതിയിൽ കൊണ്ടുവരാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ
ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഇന്ന് അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് തന്നെയാണ് പറയുന്നത്. 3 കുങ്കിയാനകളെ ഈ മയക്കുവെടി ഏറ്റ PT-7 കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. വാഹനം സജ്ജമാക്കിയിട്ടുണ്ട്, ആനക്കൊട്ടിലും സജ്ജമാക്കിയിട്ടുണ്ട്. വേണ്ട വൈദ്യ സംഘത്തിന്റെ എല്ലാ പിന്തുണയും ഈ ഒരു സമയത്ത് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനം ഇനി ഈ നാടിന്റെ ഒരു കാത്തിരിപ്പുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവരുടെ ഊണും ഉറക്കവും എല്ലാം തന്നെ കവരുന്നത് PT-7 എന്ന ഈ കൊമ്പനാണ്. നമ്മളിപ്പോൾ ചേരുന്നത് ഈ ആനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ജോസഫേട്ടനുണ്ട്. അതുപോലെ തന്നെ മുമ്പ് ആന കാല് ചവിട്ടി ഓടിച്ച ചിദംബരം ഉണ്ട്. എങ്ങനെയാണ് PT-7 അന്ന് ചേട്ടനെ ഓടിച്ചത്? ഞാൻ ടാപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഓടി അടുത്തേക്ക് വന്നു. ഞാൻ പെട്ടെന്ന് ഓടി മാറി വീണു, കൈ ഒടിഞ്ഞു. കുറച്ചതും ബ്ലാസ്റ്റ് ഇട്ടിരുന്നു. ഈ ആന നേർക്ക് വരികയായിരുന്നോ? ആ. എന്നായിരുന്നു അത്? ഈ നവംബർ 26-ാം തീയതി. ചേട്ടാ എന്താ ടാപ്പ് ചെയ്യാൻ എന്ന് ഒന്ന് ഓർമ്മിക്കാൻ പറ്റുമോ? എന്താണെന്ന് ഉണ്ടായെന്ന് തോന്നുന്നു വിശദമായിട്ടൊന്ന് ഓർമ്മിക്കാൻ. ഞാൻ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ ലൈനിലായിരുന്നു ആനയുടെ വരവ്. ആന അവിടെ നിന്ന് ഓടി വരുമായിരുന്നു. അപ്പോൾ ടാപ്പ് ചെയ്ത് ഞാനൊരു 15-20 മീറ്റർ അകലെ വെച്ചാൽ കാണും. അപ്പോഴത്തേനും നേരെ തന്നെ പെട്ടെന്ന് ഞാൻ മാറി. മുകളിലേക്ക് പറയാൻ പറ്റില്ല, താഴേക്കാ. അന്നേരമാണ് പിന്നാലെ വന്നു ആന? ഇല്ല, ആന നേരെ ആ റൂട്ടിൽ തന്നെ പോയി. ഓർക്കുമ്പോ എങ്ങനെയാ തോന്നുന്നത്? പേടിയുണ്ട്. പേടി ഇപ്പോൾ നമ്മളിപ്പോൾ റബ്ബറെടുത്ത് നമുക്ക് ടാപ്പ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ വരുമാനവും കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചു. 1 ലക്ഷം രൂപയുടെ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സഹായം കിട്ടിയോ? ഒന്നും സഹായം കിട്ടിയിട്ടില്ല ഇതുവരെ. പറഞ്ഞോ? തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചേട്ടന്റെ എന്നാ ഈ കാല് ആന ചവിട്ടി പിടിക്കുക? എന്താ ഉണ്ടായത്? 2011 ഫെബ്രുവരി 7-ാം തീയതി രാവിലെ 9 മണിക്ക്. എന്താ ഉണ്ടായതെന്ന്? ഇന്ന് റേഞ്ച് ഓഫീസറിൻ്റെ അവിടെ, ജോസ് റേഞ്ച് ഓഫീസർ, അങ്ങനെ എസ്റ്റേറ്റ് നോക്കാൻ പോവാം. നോക്കാൻ പോകുമ്പോൾ ആന റിട്ടേണിങ്ങിലേക്ക് വന്നു. ഞാൻ കണ്ടില്ലേ, കൂടെ പട്ടികളുണ്ട്. പട്ടി ആനയോടെ പോയി, ആന പട്ടിയെ ഓടിച്ചു. അങ്ങനെ എൻ്റെ പുറകിൽ വന്നിട്ട് കളി ചവിട്ടില്ല. പിന്നെ ഞാൻ അവിടെ നിന്നുള്ള കയറി ഇതുപോലത്തെ ഒരു കലിങ്ങുണ്ടായിരുന്നു. കലിങ്ങിനടിയിൽ കയറിയിരുന്നു. പിള്ളേരെല്ലാം കലിങ്ങിനടിയിൽ കയറിയിരുന്നു. പുറകിൽ വന്നു, എൻ്റെ അടുത്ത് കയറുന്നു. പിന്നെ കലിങ്ങിനടിയിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് പിള്ളേരെല്ലാം വന്ന് കൊണ്ടുപോയി KG ഹോസ്പിറ്റലുണ്ട് കോയമ്പത്തൂർ. ആന ഏതാന്ന് ലൊക്കേറ്റ് ചെയ്തിരുന്നോ? അത് ഈ ആനയല്ല, അത് പറയാം. അപ്പോൾ എങ്ങനെയുണ്ട് കാലിൽ? പണ്ടെടുക്കാൻ ബുദ്ധിമുട്ടല്ല, ലോഡ് കൊടുക്കാൻ വെയിറ്റ് കൊടുക്കാനും പറ്റില്ല. നല്ല അടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ പോയിരിക്കുക, ഇതെല്ലാം പോയിരിക്കുന്നു. ഇതൊക്കെ പോയി ഈ എല്ലൊക്കെ പൊടിഞ്ഞോ? വലിയൊരു അപകടത്തിനാണ് രക്ഷപ്പെട്ടതല്ലേ? ഇപ്പോ ഈ ഒരു ആന PT-7 ഒരു കൂടുതൽ ഇപ്പോൾ വീടിൻ്റെ അടുത്തുകൂടെ 2 തവണ വന്നു ഈ PT-7. ഒരു 9 മണി ആകുമ്പോൾ വേറെ ഇറങ്ങി ഇങ്ങനെ പോകും. എങ്ങനെ പേടിയുണ്ടോ? നമുക്ക് പേടിയൊന്നുമില്ല. ഇതിനോട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഡെയിലി ഇതിപ്പോൾ ഡെയിലി കാണുന്നതല്ലേ, പേടിയൊന്നുമില്ല. ഞാനൊരു വേറെ തലത്തിൽ കൺസ്ട്രക്ഷൻ വർക്കാണ്. പക്ഷെ എന്നിരുന്നാലും ശരി, ഇവിടുത്തെ ജനങ്ങളുടെ വിഷയത്തിൽ വല്ലാത്തൊരു വിഷയം വന്നപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ 2010 ദയനീയമായിട്ട് ഒരുപാട് ഒരു 3-4 ലക്ഷം ഉറുപ്പോളം ചെലവാക്കിയിട്ടുണ്ട്. കോയമ്പത്തൂർ ഇങ്ങനെ കിടന്ന് ഒരു 3 ലക്ഷം. ഏതായാലും PT-7 പിടിക്കുക എന്ന വലിയ ദൗത്യത്തിലേക്ക് ദൗത്യ സംഘം വനംവകുപ്പ് നടന്നെടുക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ PT-7 വലയിലാകും. നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കാം ആ ശുഭവാർത്ത കേൾക്കാം. മയക്കുവെടിയേറ്റു എന്ന കാര്യത്തിൽ അത്തരം ആത്മവിശ്വാസമാണ് വനംവകുപ്പ് സംഘമടക്കം പങ്കുവെക്കുന്നത്. ഏതായാലും 3 കുങ്കിയാനകളാണ് PT-7 പിടികൂടിയാൽ ഈ കൂട്ടിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുക. അതും വനംവകുപ്പിനെ അല്ലെങ്കിൽ നാട്ടുകാരെ വലിയ തോതിൽ വിറപ്പിച്ച 3 കൊലകൊമ്പന്മാരാണ് ഇപ്പോൾ കുങ്കിയാനകളായി വനംവകുപ്പിനൊപ്പം സേവനം അനുഷ്ഠിക്കുന്നത്. അവരെ പ്രത്യേകം പരിശീലിപ്പിച്ചാണ് ഇത്തരത്തിൽ കുങ്കിയാനകളായി അവരെ രൂപമാറ്റം സംഭവിപ്പിച്ചത്. ഇത് ഭരതൻ. ആദ്യത്തെ പേര് കല്ലൂർ കൊമ്പൻ. വയനാട് കല്ലൂർ എന്ന നാടിനെ വിറപ്പിച്ച് നടന്ന കാട്ടുകൊമ്പനെ 2016 വനം വകുപ്പ് പിടികൂടി മികച്ച പരിശീലനം നൽകി. അങ്ങനെ കല്ലൂർ കൊമ്പൻ ഭരതനായി. അടുത്തത് വിക്രം. ആദ്യത്തെ പേര് വടക്കനാട് കൊമ്പൻ, മറ്റൊരു വയനാടൻ കാട്ടുകൊമ്പൻ. 2017 വയനാട് പൊൻകുഴിയിൽ ഒരാളെ കുത്തിക്കൊലപ്പെടുത്തിയപ്പോൾ വനം വകുപ്പ് പിടികൂടിയത്. ഇത് കോന്നി സുരേന്ദ്രൻ.
ഇവനാണ് ശരിക്കും ഹീറോ. 1999 പത്തനംതിട്ട രാജംപാറയിൽ നിന്നും 1 വയസ്സുള്ളപ്പോൾ വനം വകുപ്പിന് കിട്ടിയതാണ്. കോന്നി ആനത്താവളത്തിൽ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി വളർന്ന സുരേന്ദ്രനെ കുങ്കിയാനയാക്കാനുള്ള ശ്രമത്തിനെതിരെ വലിയ പ്രതിഷേധം നടന്നിരുന്നു. നാട്ടുകാർക്കിവനെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനായി കാണാനായിരുന്നു ആഗ്രഹം. എന്നാൽ വനം വകുപ്പിന് മറ്റുള്ള കൊമ്പന്മാരെ ചട്ടം പഠിപ്പിക്കാൻ സുരേന്ദ്രനെ പോലെ ഒരാനയെ വേണമായിരുന്നു. അങ്ങനെ 2018 തമിഴ്നാട് മുതുമലയിൽ കൊണ്ടുപോയി പ്രത്യേക പരിശീലനത്തിലൂടെ കുങ്കിയാനയാക്കി. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പിടിച്ച PM2 എന്ന കാട്ടാനയെ തളയ്ക്കാനും സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ഭരതൻ, വിക്രം, സുരേന്ദ്രൻ ഈ 3 പേരുമാണ് PT7 പിടിക്കാനുള്ള ദൗത്യത്തിന് ഒപ്പം നിൽക്കുന്ന കുങ്കിയാനകൾ. ദൗത്യത്തിനിടെ PT7 അനുസരണക്കേട് കാട്ടിയാൽ ഇവർ നോക്കിക്കോളും. നാളെ PT7 ഇവരിൽ ഒരംഗമായി അന്ന് നാടുവിറപ്പിക്കുന്ന കാട്ടുകൊമ്പനെ പിടികൂടാനിറങ്ങും. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. ഭരതൻ, വിക്രം, സുരേന്ദ്രൻ ഇവർ 3 പേരുമാണെന്ന് പാലക്കാട്ടുകാരുടെ ഹീറോ. ഏതായാലും അല്പസമയത്തിനകം ആ ശുഭവാർത്ത ഉണ്ടാകും. PT7 വനം വകുപ്പിന്റെ ദൗത്യ സംഘത്തിന്റെ വലയിലാവുകയും ചെയ്യും. നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഈ വാർത്തയുമായി ഇടവേളയ്ക്ക് ശേഷം. PFI റെയ്ഡിൽ സർക്കാർ ഇന്നലെ നടപടികൾ ആരംഭിച്ചിരുന്നു. PFIയുടെ ജപ്തി നടപടിയുമായി ബന്ധപ്പെട്ട്. കാരണം കോടതി കർശനമായി തന്നെ ഇന്ന് 5 മണിക്കകം ഈ വിഷയത്തിൽ ഒരു പൂർത്തീകരണം ഉണ്ടാകണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നലെ സർക്കാർ ഏതാണ്ട് 100ഓളം നേതാക്കളുടെ വീടുകളും ജപ്തി വസ്തുവകകളും ഒക്കെ ജപ്തി ചെയ്യാൻ തീരുമാനമെടുക്കുകയും ഓഫീസുകളിലടക്കം സീൽ പതിപ്പിക്കുകയും ചെയ്തത്. ഇന്നും സമാനമായ നടപടികൾ തുടരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. നമുക്ക് അതിന്റെ വിവരങ്ങളിലേക്ക് കടക്കാം. ഡാനി പോൾ. ഡാനി, ഇന്നലെ 100-ലധികം നേതാക്കളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരുന്നു. ഇന്നും സമാനമായി തന്നെ തുടരുമോ? ഏതാണ്ട് 5.5 കോടി രൂപയോളം സർക്കാരിന് ഇത്തരത്തിൽ കോടതിയിൽ നൽകേണ്ടി വരുമല്ലോ ഈ ജപ്തി നടപടികൾക്ക് ശേഷം. എന്തൊക്കെയാണ് ഇന്നത്തെ സാഹചര്യങ്ങൾ? ഏതൊക്കെ മേഖലകളിൽ നിന്ന് ജപ്തി ഉണ്ടാകും? രഞ്ജിത്ത്, ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള നടപടികൾ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ നടപടികളുടെ ഒരു വിലയിരുത്തൽ അതിന് റവന്യൂ വകുപ്പ് അധികൃതരെയും ഒരു യോഗവും ഇന്ന് ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ചൊരു കൃത്യമായ ഒരു വിവരണത്തിലേക്ക് കടക്കുക. എന്തായാലും ഹൈക്കോടതി 2 വട്ടം ഹൈക്കോടതിയിൽ നിന്ന് വിശദമായ രീതിയിൽ സർക്കാരിന് വിമർശനം ഏൽക്കേണ്ടി വന്നിരുന്നു. ഒരു ഘട്ടത്തിൽ അന്ത്യശാസനത്തിന് നൽകിയ തീയതി പോലും പാലിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നീടാണ് ഒരു അടിയന്തര ഇടപെടൽ പിന്നീട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഈ റവന്യൂ നടപടികളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ ഈ നടപടിക്രമങ്ങളിലേക്ക്, റിക്കവറി നടപടികളിലേക്ക് അടക്കം നീങ്ങുകയുണ്ടായി. ഇതനുസരിച്ചാണ് കഴിഞ്ഞ ദിവസം ഇത്തരം പരിശോധനകൾ നടത്തുകയും റിക്കവറിയിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. അതിന്റെ ഒരു തുടർച്ച ഇന്നും ഉണ്ടായേക്കും. ഒപ്പം തന്നെ ഇന്ന് ഉച്ചയോടുകൂടി ഇതിന്റെ ഒരു നടപടികളിൽ എത്രമാത്രം, അതായത് നേരത്തെ പറഞ്ഞതുപോലെ 5.5 കോടിയോളം രൂപയുടെ നഷ്ടമാണ് ആ മിന്നൽ ഹർത്താൽ മൂലം ഉണ്ടായിരുന്നത് സംസ്ഥാനത്തിന്. അപ്പോൾ ആ ഒരു നഷ്ടം ഈടാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ നടപടികൾ പര്യാപ്തമായോ എന്നതടക്കമുള്ളതിന്റെ ഒരു വിലയിരുത്തൽ ഇന്ന് ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഹൈക്കോടതിയിലേക്ക് ഇതിന്റെ ഒരു റിപ്പോർട്ടായിട്ട് പോവുക. 23-ന് റിപ്പോർട്ട് സമർപ്പിക്കുകയും തുടർന്ന് കേസ് 24-ന് പരിഗണിക്കുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ ഏതാണ്ട് 100-ലധികം ഇടങ്ങളിലായിട്ട് ഇത്തരം ഒരു പരിശോധനകൾ നടന്നിരുന്നു. കൂടുതൽ മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ നടപടികൾ ഉണ്ടായിരുന്നത്. ഇടുക്കിയിലും അതോടൊപ്പം തന്നെ എറണാകുളത്തും കൊല്ലത്തും ഉൾപ്പെടെയുള്ള മേഖലകളിലും ഇതുപോലെ തന്നെ ഈ സമാനമായ രീതിയിൽ തന്നെ ജില്ലാ നേതാക്കളായിരുന്നവരുടെയും സംസ്ഥാന ഭാരവാഹികളായിരുന്നവരുടെയും എല്ലാം തന്നെ വസ്തുവകകളാണ് ഇതിനോട് ചേർക്കപ്പെട്ടത്. അതിന്റെ എല്ലാം തന്നെ ഒരു വിലയിരുത്തൽ നടക്കും. ഇതിനുശേഷം ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. ഇന്ന് വൈകിട്ട് 5-നകമാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു കണക്കുകളടക്കം പൂർത്തീകരിക്കേണ്ടത്. ശരി, ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു. 2047 ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ലക്ഷ്യമിട്ടതെന്ന് ദേശീയ അന്വേഷണ ഏജൻസി. ഈ ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് PFI സർവീസ് ടീമിന് രൂപം നൽകിയത്. ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ NIA സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. എതിർക്കുന്നവരെ വകവരുത്താൻ കർണാടകയിലും പോപ്പുലർ ഫ്രണ്ടിന് കില്ലർ സ്ക്വാഡുകളുണ്ട്. യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു വധക്കേസിലെ കുറ്റപത്രത്തിലാണ് NIAയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ.
ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം വൈകിട്ട് മുഖ്യമന്ത്രി നിർവഹിക്കും. കോൺഗ്രസ് നേരത്തെ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം മുന്നോട്ട് വെച്ചിരുന്നു. കാരണം KC വേണുഗോപാലിനെ ഒഴിവാക്കി രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്ന ആക്ഷേപമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ സുധാകരനും CPM-ന്റെ നേതാവ് മുൻമന്ത്രി ആലപ്പുഴയിലെ പാർട്ടിയുടെ പ്രമുഖൻ വലിയ പ്രതിഷേധം തന്നെയും KK ശൈലജ ടീച്ചറിനെയും ഒഴിവാക്കിയതിൽ ഫേസ്ബുക്കിലൂടെ പ്രതിഷേധമായ സാഹചര്യമുണ്ട്. ഏതായാലും ആലപ്പുഴ ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം നടക്കാനിരിക്കെ ഈ വിഷയം ആ ജില്ലയിൽ വലിയ വിവാദമായി മാറുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ചരിത്ര നിരാസം ചില ഭാരവാഹികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട മാനസിക വ്യാപാരമാണെന്നാണ് സുധാകരന്റെ വിമർശനം. അതുകൊണ്ട് ചരിത്രം ഇല്ലാതാകുന്നില്ലെന്ന് സുധാകരൻ പറയുന്നു. മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണ കരാർ ഒപ്പിട്ടതും പണം അനുവദിച്ച് ദ്രുതഗതിയിൽ പണി ഏറെക്കുറെ പൂർത്തീകരിച്ചതും മുൻ LDF സർക്കാരിന്റെ കാലത്തായിരുന്നു. അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജയുടെ പ്രത്യേക താൽപര്യം പദ്ധതിയിലുണ്ടായിരുന്നു. ധനമന്ത്രിയാകട്ടെ തോമസ് ഐസക്കും. സുധാകരൻ സ്ഥലം MLA-യും പൊതുമരാമത്ത് മന്ത്രിയും. കേന്ദ്രത്തിന്റെ അനുമതി നേടിയെടുക്കുന്നതിന് KC വേണുഗോപാലും മുഖ്യ പങ്ക് വഹിച്ചു. പ്രധാനമന്ത്രിയുടെ സ്വാസ്ഥ്യ സുരക്ഷാ യോജന പദ്ധതി പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പങ്കാളിത്തത്തോടുകൂടി 173.18 കോടി രൂപ ചെലവഴിച്ചായിരുന്നു 6 നില മന്ദിരം പൂർത്തിയാക്കിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാറി മാറി വന്നെങ്കിലും മണ്ഡലത്തിന്റെ ജനപ്രതിനിധി സുധാകരൻ തന്നെയായിരുന്നു. KC വേണുഗോപാലിനെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും സമരത്തിലാണ്. അദ്ദേഹത്തിന്റെ പേര് മാത്രം ആ നോട്ടീസിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹത്തെ അവഹേളിക്കാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ മുഖ്യമന്ത്രി അവിടെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കവാടത്തിൻ്റെ അടുത്ത്, നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ കവാടത്തിൻ്റെ അടുത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഞങ്ങളൊരു സത്യാഗ്രഹം നടത്തുകയാണ്. ഇതിനിടയിലാണ് സുധാകരന്റെ വിമർശനം. ആദ്യാവസാനം മുന്നിൽ നിന്ന് തന്നെ ഓർക്കാതിരുന്നതിൽ പരിഭവമില്ലെന്ന് അദ്ദേഹം കുറിച്ചു. സമാനമായ രീതിയിൽ സുധാകരൻ ജനപ്രതിനിധിയായിരിക്കെ MLA-യുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുന്നപ്ര സ്കൂളിന്റെ ഉദ്ഘാടന നോട്ടീസിലെ കെട്ടിടത്തിന്റെ ചിത്രത്തിൽ നിന്നും സുധാകരന്റെ പേര് ഫോട്ടോഷോപ്പ് ചെയ്ത് മറച്ചതും വിവാദമായിരുന്നു. സലാം MLA-യുടെ ഓഫീസാണ് അന്ന് പേര് മറച്ച് നോട്ടീസ് അച്ചടിച്ചിറക്കിയത്. ജില്ലയിലെ CPM-ലെ പുതുനേതൃത്വം ചരിത്രമൊന്നാകെ വെട്ടിമാറ്റുന്നതിനിടയിലാണ് ഇന്ന് വൈകിട്ട് 5-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം നിർവഹിക്കുക. ശരണ്യ സ്നേഹജൻ, News 18, ആലപ്പുഴ. PV അൻവർ MLA-ക്ക് കുരുക്കുമുറുകുന്നു. കള്ളപ്പണ ഇടപാട് ആരോപണത്തിലും വിദേശത്തെ സ്വർണ്ണ ഖനന ബിസിനസ്സിലും ആദായനികുതി വകുപ്പിന് പിന്നാലെ ED-ക്ക് മുന്നിലും കൃത്യമായ വരുമാന സ്രോതസ് വ്യക്തമാക്കാൻ PV അൻവറിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അൻവറിന്റെ 10 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ആണ് ED-യുടെ അന്വേഷണം. PV അൻവർ MLA-യുടെ ബെൽത്തങ്ങാടി ക്രഷർ യൂണിറ്റിലെ 2.5 കോടിയുടെ കള്ളപ്പണ ഇടപാടും ആഫ്രിക്കയിലെ സ്വർണ്ണ ഖനന ബിസിനസ്സും ബിനാമി ഇടപാടുകളുമാണ് ED അന്വേഷിക്കുന്നത്. അൻവറിന്റെ പാർട്ണറായ നടുത്തൊടി സലീം 1.5 വർഷം മുമ്പാണ് ED-ക്ക് പരാതി നൽകിയത്. അൻവറിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് 1 വർഷത്തിനിടെ 20 പേരുടെ മൊഴി ED രേഖപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അൻവറിനെ ചോദ്യം ചെയ്യൽ. 40 ലക്ഷത്തിന്റെ കടമുണ്ടെന്ന് കാണിച്ച് ആദായ നികുതി അടയ്ക്കാത്ത കാലത്താണ് 2.5 കോടിക്ക് അൻവർ ബെൽത്തങ്ങാടിയിൽ ക്രഷർ യൂണിറ്റ് വാങ്ങിയത്. ആഫ്രിക്കൻ രാജ്യമായ സിയോറയിൽ 20,000 കോടിയുടെ സ്വർണ്ണ ഖനന ബിസിനസിന്റെ സാമ്പത്തിക സ്രോതസ്സും ED ചോദിച്ചറിഞ്ഞു. രേഖകൾ പരിശോധിക്കുമ്പോൾ അൻവറിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. പ്രവാസിയല്ലാത്ത ഇന്ത്യക്കാരന് വിദേശത്ത് നിക്ഷേപം നടത്തണമെങ്കിൽ നികുതി അടച്ചതിന്റെ ആദായ നികുതി വകുപ്പ് നൽകുന്ന 15 CB ടാക്സ് ഡിറ്റർമിനേഷൻ സർട്ടിഫിക്കറ്റ് ED-ക്ക് മുമ്പിൽ അൻവറിന് ഹാജരാക്കാനായിട്ടില്ല. ആഫ്രിക്കയിൽ നിക്ഷേപിക്കുന്ന തുകയുടെ 35% നികുതി അടയ്ക്കണം. PV അൻവർ MLA-യുടെ 10 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യതയില്ലെന്നാണ് രേഖകൾ പരിശോധിച്ചപ്പോൾ ED-ക്ക് വ്യക്തമായത്. 10 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളും പാർട്ണർഷിപ്പ് കരാറുകളുടെ രേഖകളും ED വിശദമായി പരിശോധിച്ചു വരികയാണ്. പാർക്കിലും തടയണയിലും ഭൂമി ഇടപാടിലും റിസോർട്ടിലും കൈപൊള്ളി. ഭരണകക്ഷി MLA-യുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് PV അൻവർ അതെല്ലാം തന്നെ മറികടന്നു. എന്നാൽ ബെൽത്തങ്ങാടി ക്വാറി കേസിൽ ED-യുടെ കുരുക്ക് കൂടുതൽ അൻവറിനുമേൽ മുറുകുകയാണ്. S. വിനേഷ് കുമാർ, News 18, കോഴിക്കോട്.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. PT7 ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് സുരക്ഷിത സ്ഥാനത്ത് നിന്ന് വനത്തിലേക്ക് മാറുന്നു എന്നുള്ള വിവരമുണ്ട്. പക്ഷേ ഡോക്ടർമാരും വനംവകുപ്പ് സംഘാംഗങ്ങളും ഒക്കെ PT7 ഒപ്പമുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ഏതാണ്ട് പ്രധാനപ്പെട്ട നമുക്ക് വാർത്തകൾ പ്രതീക്ഷിക്കാം. ഇതിനകം നിരവധി വാർത്തകളുമായി അല്പസമയത്തിനകം തന്നെ തിരിച്ചു വരാം. ന്യൂസ് 18 യൂട്യൂബ് ചാനൽ വാർത്തകൾ തുടരുകയും ചെയ്യും. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. പത്തനംതിട്ട